ഹായ്, വെൽക്കം ടു റെട്രോ കാർഡിയൻ. റോന്ത് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഷാഹി കബീർ. അറിയാലോ, ആ ബ്രാൻഡ് അറിയാലോ. മലയാള സിനിമയിലെ പോലീസ് സ്റ്റോറീസ് മാത്രം എഴുതുന്നൊരു, ഇതുവരെ ഇറങ്ങിയുള്ള എല്ലാ സിനിമകളും പോലീസിൻ്റെ ഒരു ലൈഫും ഹിസ്റ്ററിയൊക്കെയാണ് കാണിച്ചത്. ആദ്യ സിനിമയായിട്ടുള്ള ജോസഫ്, പിന്നെ നായാട്ട്, ഇരട്ട, ഇലവീഴ പൂഞ്ചിറ, പിന്നെ റീസെൻ്റ്ലി ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെ അദ്ദേഹം എഴുതിയ സിനിമകളെല്ലാം ഒരു ഒരു എപ്പിസോഡ്സ് ആയിരുന്നു. മുമ്പ് ഗൗതം മേനോൻ്റെ സിനിമകളിലായിരുന്നു ആ ടൈറ്റിൽ അപ്പിയറിന് ശേഷം ആൻ എപ്പിസോഡ് ഓഫ് എ പോലീസ് സ്റ്റോറി, അല്ലെങ്കിൽ വേട്ടയുടെ വിളയാട് എഴുതി കാണിച്ചതിന് ശേഷം അനദർ എപ്പിസോഡ് ഓഫ് എ പോലീസ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഇതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോന്ത് വലിയ ഡിഫറൻറ്റ് സിനിമയായിട്ടൊന്നും തോന്നിയില്ല എനിക്ക്. ഇറ്റ്സ് ജസ്റ്റ് എൻ ഓക്കെ മൂവി ഫോർ മീ. അദ്ദേഹത്തിൻ്റെ മുമ്പ് ഇറങ്ങിയ സിനിമകളായിട്ടുള്ള നായാട്ടും ഇരട്ടയായിട്ടാണ് എനിക്ക് കൂടുതലും കമ്പയർ ചെയ്യാൻ തോന്നി ഈ സിനിമയെ. കാരണം ഈ രണ്ട് സിനിമകളിലും വന്നിട്ടുള്ള പോലീസുകാർ കാണുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല. ഒബ്വിയസ്ലി അറിയാം, പോലീസുകാരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു, ഷാഹി കബീർ. അപ്പം അദ്ദേഹം ഒരു പോലീസുകാരൻ ഒരുപാട് ലൈഫ് കാണുന്നതല്ലേ. ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈം റെക്കോർഡ്സും പിന്നെ അങ്ങ് പല ഷെയ്ഡ്സിലുള്ള ആൾക്കാരെയും കാണുന്ന ആൾക്കാരാണ് പോലീസ് എന്ന് പറയുന്നത്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻ എപ്പിസോഡ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നായാട്ടിനകത്തും ഇരട്ടയ്ക്കകത്തും സാഹചര്യങ്ങൾ ഒന്നായിരുന്നുവെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് എൻഡിലേക്ക് എത്തിക്കുന്നതും ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്ലൈമാക്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ രണ്ട് സിനിമകൾ നായാട്ടും ഇരട്ടയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സിനിമകളുടെ ഒരു ലൈറ്ററായിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റി ഉള്ള സിനിമയാണ് റോന്ത് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ദുരഭിമാന കൊല, പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, പിന്നെ പോലീസുകാരുടെ തന്നെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് പൊളിറ്റിക്സും, പിന്നെ പോലീസുകാർ തന്നെ ഇരകളാവേണ്ടി വരുന്നൊരു അവസ്ഥയും, ഇതൊക്കെ തന്നെയാണ് നായാട്ടിനകത്തും ഇരട്ടയ്ക്കകത്തും കാണിച്ചിരിക്കുന്നത്. അല്ലാതെ അത് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് തോന്നിയായിരുന്നു നായാട്ടും ഇരട്ടയും. പക്ഷേ ഇത് ആ രണ്ട് സിനിമകളുടെ ഒരു ലൈറ്റ് വേർഷൻ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഷാഹി കബീറിൻ്റെ സിനിമകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ റൈറ്റേഴ്സ് ഫിലിമിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു പുതിയ റൈറ്റേഴ്സിന് ഒരു പോലീസ് സ്റ്റോറി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഷാഹി കബീറിൻ്റെ സിനിമകൾ നല്ല റെഫറൻസാണ്. കാരണം ഡ്യൂട്ടി ടേംസും മറ്റു കാര്യങ്ങളുമൊക്കെ പോലീസുകാരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും ഈ പട്ടാ ബുക്ക് എന്ന് പറയുന്ന സാധനങ്ങളും അങ്ങനെയുള്ള കുറച്ച് ടേംസും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നല്ല റെഫറൻസ് തന്നെ ആയിരിക്കും. പക്ഷേ കഥാപരമായിട്ട് ഒരു പുതുമയും ഇല്ല എനിക്ക് തോന്നി. കാരണം ഇദ്ദേഹത്തിൻ്റെ റീസെൻ്റ്ലി ഇറങ്ങിയ സിനിമകൾ ഈ രണ്ട് സിനിമകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് റോന്ത് ചുറ്റുന്ന പോലീസുകാരുടെ ഒരു അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടൊരു സിനിമ. അതുകൊണ്ട് തന്നെ ഒരു പുതിയ എപ്പിസോഡായിട്ടൊന്നും തോന്നില്ല ഈ സിനിമ. ഈ ടെംപ്ലേറ്റ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം എഴുതിയ സിനിമകളുടെ എല്ലാം ഒരു ഫാനാണ് ഞാൻ. പ്രത്യേകിച്ച് ഇരട്ട. ഈ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ സിനിമയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ റീസെൻ്റ്ലി വരുന്ന റിവ്യൂസൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മാരക ഐറ്റമാണ്, മാരക സംഭവമാണെന്നുള്ള രീതിയിലൊന്നും അങ്ങനെ ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ പോയത്, പുതിയ എന്തെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ. പക്ഷേ അതൊന്നും കിട്ടിയില്ല. നേരത്തെ കണ്ട സിനിമകൾ തന്നെയാണ് വന്നത്. പിന്നെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് മാത്രം ഒരു സംഭവം. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് സൗണ്ട് മിക്സിങ്ങും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അനിൽ ജോൺസൺ ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ സിനോജ് അങ്ങനെ എന്തോ ഒരു പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിനോജ് എന്ന് പറഞ്ഞൊരു പേരാണ് സൗണ്ട് മിക്സിങ് ഞാൻ കണ്ടത് പേര്. പിന്നെ ബാക്കിയുള്ളത്
പെർഫോമൻസ് സൈഡിൽ ദിലീഷ് പോത്തനാണ് എല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം അറിയാമല്ലോ, ടൈലർ മെയ്ഡാണ്. ആ വേഷത്തിൽ ഇങ്ങനൊരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കും. അതുണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഒരു റോഷൻ്റെ പ്രകടനമൊന്നും വലിയൊരു സാറ്റിസ്ഫാക്ടറി ഒന്നും തോന്നിയില്ല. കാരണം ഭയങ്കര ഡ്രാമ എക്സ്പ്രഷൻസ് അനുസരിച്ച് കുറച്ച് ഭയങ്കരമായിട്ട് ഡ്രാമയൊക്കെ കയറുന്ന പോലെ ഫീൽ ചെയ്തു. അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അനിൽ ജോൺസൺ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയായിരുന്നു. പിന്നെ ഇതൊക്കെ തന്നെയാണ് റോന്തിനെ പറ്റിയുള്ള അഭിപ്രായം എൻ്റെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുതിയ സിനിമകൾ, പുതിയ എപ്പിസോഡുകൾ താങ്കൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം പുതിയ ലൈഫ് സ്റ്റോറീസ് ആണെന്നുണ്ടെങ്കിൽ താങ്കളുടെ സിനിമകൾക്ക് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. താങ്കളുടെ ഒരു ബ്രാൻഡ് നിലനിൽക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് മുന്നോട്ട് ഈ ഒരു ടെംപ്ലേറ്റ് തന്നെ, അതായത് ദുരഭിമാനവും റിലീജിയസ് ഇഷ്യൂസും ഈ പോലീസുകാരുടെ പൊളിറ്റിക്സും ആത്മസംഘർഷങ്ങളും തന്നെ അതൊക്കെ വരാം. പക്ഷേ എന്നിരുന്നാൽ പോലും പുതിയ കഥകളിലേക്കത് വെക്കുക. അല്ലെങ്കിൽ നാളെ പ്രേക്ഷകൻ തന്നെ പറയും, ഷാഹി കബീറിൻ്റെ സിനിമ അത് പോലീസുകാരുടെ ഒരു കഷ്ടപ്പാട് തന്നെ ആയിരിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം മേ ബി. സോ റോന്ത് കാണുക. മോശം സിനിമയല്ല, ജസ്റ്റ് ഓക്കെ മൂവി, അത്രയേ ഉള്ളൂ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തുക. ബൈ. റെട്രോ കാർഡിയൻ.